ഇന്ന് പത്രക്കാരെ കാണാൻ മാധ്യമങ്ങളെ കാണാൻ ഉദ്ദേശിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ധനകാര്യമന്ത്രിയുമായിട്ടുള്ള വി.ഡി. സതീശൻ ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ബഡ്ജറ്റ് പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശാജനകമാണ് എന്ന് പറയുക. മലപ്പുറം ജില്ലയോട് കാണിക്കുന്ന ആ അനുഭാവം അതിലെ 4-1 പോലും പാലക്കാട് ജില്ലയോട് കാണിച്ചിട്ടില്ല. ഇവിടെ ടൂറിസത്തിനും അതുപോലുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമെന്ന് പറയുന്ന ധനകാര്യമന്ത്രി പാലക്കാട് ജില്ലയിലെ പ്രധാനപ്പെട്ട 2 വ്യക്തിത്വങ്ങൾ, ഒന്ന് ഒറ്റപ്പാലത്ത് തന്നെയുള്ള ലക്കിടി കുഞ്ചൻ നമ്പ്യാർ സ്മാരകം, അതൊന്ന് തകർന്ന് കിടക്കുകയാണ്. അതിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി, അതിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി യാതൊരു ഫണ്ടും അതിനുവേണ്ടി നീക്കിവെച്ചിട്ടില്ല എന്നുള്ളത് ഖേദപൂർവ്വം പറയേണ്ടി വരിക. അതുപോലെ തന്നെ സാംസ്കാരിക കേരളവും ദേശീയ ഭാരതവും സാംസ്കാരിക ഭാരതവും വളരെ അനുഭാവത്തോടു കൂടിയിട്ടും മഹാത്മ്യത്തോടു കൂടിയും കാണുന്ന മഹാകവി അക്കിത്തം, ആ അക്കിത്തത്തിന് കഴിഞ്ഞ കാല സർക്കാരുകൾ സ്മാരകം പണിയുമെന്ന് വാക്കാൽ പറഞ്ഞു, ഒന്നും തന്നെ ചെയ്തില്ല. പക്ഷേ ഈ സർക്കാർ വന്നപ്പോ അക്കിത്തത്തിനെ മറന്നു പോകില്ല എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ അക്കിത്തത്തെയും പരിപൂർണമായി മറന്നു എന്നുള്ളത് ഈ പാലക്കാടിനോടുള്ള അവഗണനയായിട്ട് മാത്രമേ കാണാൻ പറ്റൂ. ആദിവാസി വിഭാഗങ്ങൾ ഏറ്റവും കൂടുതലുള്ള അട്ടപ്പാടി മേഖല, ആദിവാസികൾക്ക് വേണ്ടി അട്ടപ്പാടി മേഖലയ്ക്ക് വേണ്ടി ശരിക്കൊരു പ്രത്യേകമായ പാക്കേജ് തന്നെ ആവശ്യമായിരുന്നു. ടൂറിസം രംഗത്ത് ഏറ്റവും നല്ല രീതിയിൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ പറ്റുന്ന സ്ഥലമാണ് അട്ടപ്പാടി. ആ അട്ടപ്പാടിയിലെ ഗതാഗതം പോലും, അതായത് റോഡുകൾ പോലും തകർന്നടിച്ച് കിടക്കുന്ന സമയത്ത് അട്ടപ്പാടിക്ക് വേണ്ടി ഒരു പാക്കേജ് പ്രഖ്യാപിക്കാൻ ഈ സർക്കാരിന് തോന്നിയിട്ടില്ല എന്നുള്ളത് ഈ ബഡ്ജറ്റ് സമഗ്രമല്ല എന്നതിനുള്ള തെളിവാണ്. നമുക്കറിയാം, നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഭാരതപ്പുഴ, ആ ഭാരതപ്പുഴ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതൊരു സംസ്കാരത്തിന്റെ ഭാഗം കൂടിയാണ്. നിരവധി ടൂറിസം പദ്ധതികൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയുമായിരുന്നു. കാർഷിക മേഖലയ്ക്ക് ഗുണം കിട്ടുന്ന കാര്യങ്ങൾ അതിലൂടെ ചെയ്യാൻ പറ്റും. ആ ഭാരതപ്പുഴയെ പുനരുജ്ജീവിപ്പിക്കാൻ, അതിനെ നിലനിർത്താൻ, സംരക്ഷിക്കാൻ ഒരു തുക പോലും ഇത് നീക്കിവെച്ചിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ നമ്മുടെ ഈ ജില്ലയോട് വളരെ എന്താ പറയുക, ഒരു രണ്ടാനമ്മ മനോഭാവം അല്ല, അതിനും അപ്പുറമുള്ള മനോഭാവത്തോട് കൂടിയിട്ടാണ് വി.ഡി. സതീശന്റെ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തില് എന്താണോ വേണ്ടത്, എല്ലാ ജില്ലകളിലേക്കും വേണ്ടത്, ആ ജില്ലകൾക്ക് വേണ്ടതായുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടില്ല. മറ്റൊരു കാര്യം നമ്മൾ കാണുന്നത്, നമ്മുടെ പാലക്കാട് ജില്ല കാർഷിക മേഖലയാണ്. പ്രത്യേകിച്ച് നെൽകർഷകന്മാർ, നെൽകൃഷി പാലക്കാടും ആലപ്പുഴയാണ് എടുത്തു പറയാറുള്ളത്. നെൽകർഷകന്മാർ ഇപ്പോഴും അവർക്ക് വേണ്ട സമയത്ത് നെല്ല് സംഭരണവും അതേപോലെ തന്നെ അതിനുള്ള തുകയും കിട്ടാതെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കുന്ന പോലെയാണ് നെല്ലിന്റെ കാശ് കർഷകന്മാർക്ക് കിട്ടുന്നത്. അതൊരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി നെൽകൃഷിക്ക് വേണ്ടി ബഡ്ജറ്റിൽ തുക നീക്കിവെക്കും, പാലക്കാടിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നീക്കിവെക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ആ കാര്യത്തിൽ യാതൊന്നും തന്നെ ചെയ്തിട്ടില്ല. പൊതുവെ തകർച്ചയിലാണ്. പാലക്കാട് എന്റെ പരിധിയിൽപ്പെടുന്നതല്ലെങ്കിൽ, ഞാൻ വെസ്റ്റ് ജില്ലയുടെ അധ്യക്ഷൻ എന്ന എന്റെ പരിധിയിൽപ്പെടുന്നതല്ലെങ്കിലും പാലക്കാട് ജില്ലയിലുള്ള മെഡിക്കൽ കോളേജ്, ആ മെഡിക്കൽ കോളേജിൽ ഇതുവരെ PSC മുഖേന ഒരു നിയമനവും നടന്നിട്ടില്ല. പിൻവാതിൽ നിയമനങ്ങളാണ് ഏത് സർക്കാർ വന്നാലും നടക്കുന്നത്. അത് മാറ്റി അവിടെ പലതരത്തിലുള്ള പരാധീനതകളുണ്ട്. അവിടെ പഠിക്കുന്ന മെഡിക്കൽ സ്റ്റുഡൻസിന്, അവിടുത്തെ രോഗികൾക്ക്, ഇതെല്ലാം പലതരത്തിലുള്ള പരാധീനതകളുമുണ്ട്. ആ മെഡിക്കൽ കോളേജിന് വേണ്ടിയിട്ടും യാതൊന്നും തന്നെ നീക്കിവെച്ചിട്ടില്ല എന്നാണ് ഒറ്റനോട്ടത്തിൽ ബഡ്ജറ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം തന്നെ പാലക്കാട് ജില്ലയോടുള്ള വി.ഡി. സതീശന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ UDFന്റെ മനോഭാവത്തെ കാണിക്കുന്നു. ഇത് നിരാശാജനകമാണ്. ഈ ബഡ്ജറ്റ് പാലക്കാടിനെ തീർത്തും അവഗണിച്ചു എന്ന് പറയുന്നതിൽ വളരെ വിഷമത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ പറയുന്നത്.